ഇനി കൊച്ചിയിലേക്കാണ് പോകുന്നത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED നോട്ടീസിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മറുപടി നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, മുൻ ധനമന്ത്രിയായ തോമസ് ഐസക്കിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതാണ്. ഇരുവരും മറുപടി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ വിഷയത്തിൽ നാളെയാണ് ഈ നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി അവസാനിക്കുന്നത്. ഇതിൽ മറുപടി ഇല്ല എന്നത് തന്നെ വ്യക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണല്ലോ ഈ നോട്ടീസ് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം മുഖ്യമന്ത്രിയുടെയും മുൻ ധനമന്ത്രിയുടെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഗൗതം, കിഫ്ബി ഫെമ ലംഘനത്തിൽ പൂർണ്ണമായും തന്നെ ഈ ഒരു അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്ന രീതിയിലേക്കാണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കുമെല്ലാം പോകുന്നത്. അന്വേഷണ സംഘം പലതവണ ആവശ്യപ്പെട്ടപ്പോൾ പോലും ചോദ്യം ചെയ്യലിന് തോമസ് ഐസക്ക് ഹാജരായിരുന്നില്ല. അന്വേഷണവുമായി ഒരു ഘട്ടത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവുമായി സഹകരിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നിയമപ്രകാരം അത്തരം കാര്യങ്ങൾ നോട്ടീസ് നൽകുന്ന കോടതിക്ക് തുല്യമായ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നടപടികളോട് പോലും പ്രതികരിക്കാതെ അതിനെ തള്ളുന്ന ഒരു നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെയാണ് സമയപരിധി തീരുന്നത്. നവംബർ 28-നായിരുന്നു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും അടക്കം ഇത്തരത്തിൽ നോട്ടീസ് നൽകിയത്. എന്താണ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനുള്ളത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മറുപടി സത്യാമൂലം സമർപ്പിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ നേരിട്ടോ അഭിഭാഷകർ മുഖേനയോ നൽകണമെന്നതായിരുന്നു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ ഇതിനൊരു മറുപടി നൽകിയിട്ടില്ല. സ്വാഭാവികമായും ഇതിന് മറുപടി നൽകിയിരുന്നെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അതിൽ EDക്കുള്ള മറുപടി എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു കത്ത് നൽകുമായിരുന്നു. ഇതുവരെ അത്തരത്തിലുള്ള കത്തുകളൊന്നും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുൻ ധനമന്ത്രിയോ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നിസ്സാരമായിരിക്കില്ല. സ്വാഭാവികമായും എതിർ പാർട്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയ ആളുകൾ കൃത്യമായ മറുപടികൾ നൽകുകയോ അന്വേഷണവുമായി സഹകരിക്കുകയോ ചെയ്തില്ല എങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് പാർട്ടി വിധിയിലേക്ക് പോകാൻ കഴിയും. ഒരു ഭാഗത്തെ മാത്രം കേട്ടുകൊണ്ട് ആ ഭാഗത്തിന്റെ വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രം പരിശോധിച്ചുകൊണ്ട്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിധി പ്രസ്താവിക്കാൻ കഴിയും. അത് വലിയ തോതിൽ ഒരു പിഴയടക്കമുള്ള ശിക്ഷകളായിരിക്കും സ്വാഭാവികമായും ഇത്തരത്തിൽ ഫെമ ലംഘന കേസുകളിൽ ഉണ്ടാവുക. അങ്ങനെ വിധി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രിയും എല്ലാം തന്നെ സർക്കാരും നേരിടും, ആ തുക എങ്ങനെ അടക്കുമെന്നതെല്ലാം സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് കൃത്യമായ പങ്കാളിത്തമുണ്ട് ഈ ഒരു കേസിൽ എന്നത് തന്നെയാണ്. കാരണം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിച്ചതിന് ശേഷം, മസാല ബോണ്ട് സ്വരൂപിച്ചതിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആ പണം മാറ്റിയതിൽ കൃത്യമായി തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുണ്ട്, നിയമലംഘനമുണ്ട് എന്ന കാര്യം തന്നെയായിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് മസാല ബോണ്ട് സമാഹരണത്തിനുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതൊരു കൂട്ടായ തീരുമാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ചെയർമാനായ കിഫ്ബിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല 2019 മാർച്ചിൽ മസാല ബോണ്ട് ഇറക്കിക്കൊണ്ട് കിഫ്ബി 2150 കോടി രൂപയാണ് സമാഹരിക്കുകയും ചെയ്യുന്നത്. ആദ്യം ഇക്കാര്യത്തിൽ CAGയുടെ ഒരു റിപ്പോർട്ടാണ് വന്നത്. CAGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്ക് കടന്നത്. അന്ന് CAG വ്യക്തമാക്കിയത് കിഫ്ബി മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്, മാത്രമല്ല അത് കേന്ദ്രത്തിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ്. കേന്ദ്രത്തിന്റെ അധികാരത്തിന് മേൽ സംസ്ഥാനം കടന്നു കയറുമ്പോൾ അത് ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അതുതന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല, മുൻ ധനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മറുപടിയില്ല എന്ന് തന്നെയാണ് ഈ കിഫ്ബി കേസുമായി ബന്ധപ്പെട്ട് മറുപടി നൽകാൻ പോലും ഫയൽ ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഒരു നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഗൗതം, കിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും ഇതുവരെ തയ്യാറായിട്ടില്ല. നാളെ ഈ നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്.